കുട്ടി ഹായ്, ഗുഡ് മോർണിംഗ്. നല്ല ചിൽ മോർണിംഗ്. രാവിലെ തന്നെ ആരാ വരുന്നത്? 2 മാസത്തിന് ശേഷം ശിവന്യയുടെ അച്ഛനും അപ്പച്ചിയും കൂടെ കാണാൻ വരുന്നു. അപ്പച്ചിക്ക് നല്ല നാണമാണ് കേട്ടോ. ദീ ചെന്ന് ആദ്യം കാണാൻ പോണത് വാവേനെയാണ്. വാവ നല്ല ഉറക്കത്തിലായതുകൊണ്ട് അപ്പച്ചി അച്ഛനും മൊബൈലിൽ ബിസിയായി. അമ്മമ്മയും അപ്പൂപ്പനും കൂടെ നല്ല പണിയാണ് കിച്ചണിൽ. വാവച്ചി എണീറ്റ് വരുന്നുണ്ട് ചെറുതായിട്ട്. ആൾക്ക് ഇപ്പോഴും നല്ല ഉറക്കക്ഷീണമുണ്ട്. അമ്മയുടെ രാവിലത്തെ ഒരു ഉമ്മ ഇല്ലെങ്കിൽ രാവിലെ അങ്ങോട്ട് സെറ്റാവില്ല ആൾക്ക്. അപ്പോൾ ദാ അമ്മയുടെ വക ഒരു ഉമ്മ കിട്ടി. അച്ഛൻ്റെ മോളാന്ന് തോന്നുന്നു. കുട്ടി നിരിമാലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞേ? ആണോ? വിളിക്ക് സംസാരിക്കേ. എന്ത് രസം അത് ഇങ്ങനൊക്കെ കാണാൻ. ഇനി ഒരു പ്ലേ ടൈം ആവാം. എൻ്റെ ഫേവറേറ്റ് ടോയ് ആണല്ലോ എന്നാണ് പുള്ളിക്കാരി പറയണെങ്കിൽ തായോന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ അമ്മ നഖം വെട്ടാൻ വന്നേക്കുന്നു. ഈ സംഭവം ഉള്ളതുകൊണ്ട് ഈ സൈഡ് നഖം വെട്ടാം കേട്ടോ. സ്കിന്നിൽ ടച്ചാകുമ്പോൾ തന്നെ അത് സ്റ്റോപ്പാവും. ഇനി അച്ഛൻ്റെ കൂടെ കൂട്ടാനുള്ള ടൈമായി. അമ്മയാണെങ്കിൽ തകൃതിയായി ചിക്കൻ കറി വെപ്പാണ്. അച്ഛൻ്റെ നെഞ്ചത്തും അച്ഛൻ്റെ തോളത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊരു സുഖം. ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെയാണല്ലോ. കൊച്ചു കള്ളി. ഇനി കുളി ടൈമാണേ. ഫേവറേറ്റ് സോങ്ങാണിത്. അമ്പോ പാട്ടില്ലാതെ ആൾക്ക് കുളിക്കാൻ പറ്റില്ല. പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ വേണം ആളെ കുളിപ്പിക്കാൻ. അല്ലെങ്കിൽ ആൾ ഇവിടെ അങ്ങ് നിൽക്കാൻ പോണില്ല. നല്ല വേണമായിരിക്കേ. ശിവയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി പ്രൊഡക്ട്സ് ആണ്. ബോഡി ലോഷൻ, ഫേസ് ക്രീം, പിന്നെ ഹിമാലയയുടെ ഷാമ്പൂ. ഇനി അപ്പച്ചിയുടെ കുറച്ച് നേരം പാട്ടൊക്കെ പാടിയിരിക്കുക. ഹായ്, വൈറ്റമിൻ ഡി എൻ്റെ ഫേവറേറ്റ് മെഡിസിൻ. അപ്പോൾ ഇനി എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഞാനിനി പോയി കിടന്ന് നല്ലൊരു ഷോർട്ട് നാപ്പ് എടുക്കട്ടെ. അങ്ങനെ ഷോർട്ട് നാപ്പിനൊക്കെ ശേഷം ഞങ്ങളൊന്ന് കറങ്ങാൻ പോവാണ്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ബന്നർഘട്ട നാഷണൽ പാർക്കിൽ പോകാനായിരുന്നു. പക്ഷേ കൊതുകിൻ്റെ ശല്യം കാരണം അത് നമ്മളവിടെ ക്യാൻസൽ ചെയ്തു. പിന്നെ മീനാക്ഷി മോളിലേക്ക്. പക്ഷെ രണ്ടും നടന്നില്ല. ഒന്ന് ട്രാഫിക് ബ്ലോക്ക്, പിന്നെ ഈവനിങ് ആയതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. മോളോട് ഹായ് പറയാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അവളെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ രസിച്ചിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഒരു പാർക്കിലെത്തി. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. പിന്നെ ഈ കുളമൊക്കെ കണ്ടിങ്ങനെ നടക്കാം. അതൊക്കെ തന്നെ. അവിടെ ഇങ്ങനെ രസിക്കുകയാണ്. അവൾക്കിങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് തന്നെയാണല്ലോ ഇതൊക്കെ അല്ലേ. അപ്പോൾ ഒരു പാട്ട് പാടിയാലോ? പഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ചതി, എനിക്ക് വയ്യ. അങ്ങനെ ഈ ശാന്തസുന്ദരമായ സായാഹ്ന യാത്ര കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കാണാം. ഓക്കെ, ബൈ.